ഹലോ മച്ചീസ്, ഗ്രീൻ വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു വെറൈറ്റി സ്പോട്ടാണ് കേട്ടോ. ഇടുക്കിയിൽ തന്നെ ഒരു വെറൈറ്റി സ്പോട്ടാണ് അയ്യപ്പൻ കോവിൽ എന്ന് പറയും. ഇടുക്കിയിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുള്ള മിക്ക സിനിമകളിലും നമുക്ക് ഇങ്ങനൊരു സ്ഥലം കാണാനായിട്ട് പറ്റും. അയ്യപ്പൻ കോവിൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കൂടാതെ ഈ ഒരു ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഈ ഒരു തൂക്കുപാലം കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണ് ഈ ഒരു തൂക്കുപാലം. അതുപോലെ ഇടുക്കിയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം കൂടിയാണ്. നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം കൂടി തന്നെ വെള്ളം കയറുന്നതാണ്. അത്യാവശ്യം നല്ല മഴക്കാലവും നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ കൂടെ നടക്കാൻ തന്നെ പേടിയാണ്. ഇടുക്കിയിൽ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും കണ്ടുപോകുന്നൊരു പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണിത് കേട്ടോ. അതുപോലെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊന്നും ഒരു രക്ഷയില്ല. നമ്മൾ കാണുന്ന ഈ സ്ഥലമൊക്കെ കൂടെ ചെറിയ തോട് പോലെ കാണുന്ന ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി കിടക്കുന്നതാണ്. ഈ കാലവർഷത്തിൽ വേണ്ടത്ര മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത്ര വെള്ളമൊന്നും കാണാനായിട്ട് പറ്റാത്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുതുവഴി അപ്പുറത്തേക്ക് കുറേ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവഴി പോലും നമുക്ക് നടക്കാൻ പറ്റില്ല. ഈ പാലം തുടങ്ങുന്നിടം വരെ വെള്ളമായിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാലത്തിൻ്റെ വടമെല്ലാം കൂടെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടുന്നൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒരു രക്ഷയില്ല. ആ കാണുന്ന ചെറിയ തോട് പോലുള്ളത് അതാണ് പെരിയാർ നദി. പെരിയാർ നദിയിൽ വെള്ളം കൂടുന്ന സമയത്ത് ഈ പിക്കപ്പ് കയറി വരുന്ന ഈ സ്ഥലം ഫുള്ള് വെള്ളത്തിനടിയിലായിരിക്കും. നല്ല മഴയുള്ള സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രദേശങ്ങൾ ഫുള്ള് വെള്ളത്തിനടിയിലായിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ കൂടി പറ്റില്ല. അതുപോലെ തന്നെ ഒരു കടൽ പോലെ ആയിരിക്കും ഇവിടെ ഫുള്ള്. അതുപോലെ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കാണാം. ഇടുക്കി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യണം. ഈ പ്ലേസ് നിങ്ങളെ ഒരുപാട് അത്ഭുതപ്പെടുത്തും കേട്ടോ. കാരണം കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ടാവും. പാലത്തിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേനാണ് ഈ ഒരു കിടിലൻ താറ് വരുന്നത്. ചില സമയങ്ങളിൽ ഒരുപാട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നടക്കാറുണ്ട്. ഇടയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാനായിട്ട് പറ്റും. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ആയിട്ട്. നമുക്കെന്നാൽ വണ്ടി എടുത്ത് കുറച്ച് അങ്ങോട്ട് പോകാം. അപ്പുറം ഒരു അമ്പലമുണ്ട്, നല്ല ചെളിയുണ്ട് കേട്ടോ. അതുപോലെ വണ്ടി തെന്നുന്നുണ്ട്. എൻ്റെ വണ്ടി 100 ബേസിക്കലി ചെറുക്കനൊരു ചെറുതൂടായത് കാരണം ഓഫ് റോഡിന് പറ്റിയ ഐറ്റമല്ല എന്നാണ് ഓടിച്ചതിൽ എനിക്ക് മനസ്സിലായത്. ടയറും റോഡ് ടയർ ആയത് കാരണം സ്ലിപ്പ് ആകാനുള്ള ചാൻസും കൂടുതലാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ചെളിയാണ്, ചാടിക്കിടന്ന് തിന്നുന്നുണ്ട്. അവിടെ കുറേ പിള്ളേരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അങ്ങോട്ട് തന്നെയാടാ കാണാനുള്ളത്? അങ്ങോട്ടൊന്നുമില്ല. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറേ പേര് മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നതല്ലാതെ വേറെ ഒന്നും കാണാനായിട്ടില്ലെന്നാണ് പറയണത്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നതാണോ? അങ്ങോട്ട് പോകാൻ പറ്റുന്നതാണോ? നമുക്ക് തിരിച്ച് അപ്പുറത്തെ വഴി കൂടെ പോകാം. അതുവഴി അങ്ങോട്ട് പോകുമ്പോഴത്തേനൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതായത് ഇവിടെ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ കാണുന്ന ഈ പാലം ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ വലിയ പാലത്തിൻ്റെ ഒരു വൈഡ് വ്യൂ. ഇതിനിടയിൽ ഫുള്ള് വെള്ളമായിരിക്കും. ആ സമയത്ത് ആ ക്ഷേത്രത്തിനകത്ത് ഒരു അയ്യപ്പൻ്റെ വിഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു വിഗ്രഹത്തിൻ്റെ ആ ഒരു ഹൈറ്റിൽ വരെ വെള്ളം പൊങ്ങാറുണ്ടെന്നാണ് പറയണത്. നമുക്കെന്തായാലും പോയി നോക്കാം. ചെളിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വണ്ടി കൊണ്ട് ചെല്ലാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെന്നിട്ട് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാം. ഇവിടെ വെള്ളം കയറുന്ന സമയത്ത് ഈ പാലം എല്ലാം വെള്ളത്തിനടിയിൽ പോകും കേട്ടോ. ഇങ്ങോട്ടുള്ള സഞ്ചാരം തന്നെ പിന്നെ നടപടിയാവില്ല. മുകളിലൂടെ തന്നെ ഒരു മെയിൻ റോഡുണ്ട്. അപ്പോൾ അതുവഴിയായിരിക്കും പിന്നെ വണ്ടികളൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നത്. ചെളി ന്യായമായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വഴിയൊക്കെ കണ്ടിട്ട് പാടെ തെന്നലാണ്. വണ്ടി ന്യായമായിട്ട് തെന്നുന്നുണ്ട്. ഇതുവരെ ചെളിക്കകത്ത് ഇറക്കാത്ത എൻ്റെ വണ്ടിയാണ്. ഇതിപ്പോൾ കാണാം ഇതിൻ്റെ കോലം എന്താണ്. നമുക്ക് അങ്ങോട്ട് മാറിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയിട്ട് നോക്കാം കേട്ടോ. പോരാത്തന്നെ വരുന്ന വഴിയെല്ലാം റോഡ് പണി ആയത് കാരണം മൊത്തം ചെളിയായിരുന്നു. അതിൻ്റെ എല്ലാം ഉണ്ടാവും വണ്ടിയിൽ. നമുക്ക് നോക്കാം. ഇതുകൊണ്ട് അവിടെ ഒരു ഇല്ലിയുടെ ഒരു പ്ലേസ് കാണുന്നുണ്ട്. അവിടെ നിർത്താം. അവിടെ നിർത്തിയിട്ട് ചുമ്മാ വണ്ടി നോക്കാം.
എൻ്റെ മോനെ ഒന്നും പറയാനില്ല കേട്ടോ, കേട്ടില്ല. എൻ്റെ വണ്ടി എന്നെ തെറി വിളിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. മൊത്തം ചെളിയാണ് കേട്ടോ. എന്തായാലും എൻ്റെ വണ്ടി ഈ ഒരു കോലത്തിലാക്കുന്ന ആദ്യമായിട്ടാണ്. ഇത് കഴുകാനായിട്ട് കുറച്ച് പാടുപെടും. ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അമ്പലത്തിൻ്റെ അവിടെ വരെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വഴിയൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ ഒരു ചേട്ടനെ കണ്ടപ്പോൾ പുള്ളിയും പറഞ്ഞ് അങ്ങോട്ട് പോകാതിരിക്കുക, നല്ലൊരു ബൈക്കുകാരൻ അപ്പുറത്ത് പോയിട്ട് ചെളിക്കകത്ത് താന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബൈക്ക് റിസ്ക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. ആ ദൂരെ കാണുന്നതാണ് അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന ആ ക്ഷേത്രം. പണിയാണ് പോകുന്നത്ര സേഫ് അല്ല ഗൈസ്. നടന്നു പോകാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാഴ്ചകളോട് കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. Greenila Vlogs.